സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര അല്പസമയത്തിനകം കോഴിക്കോട് നിന്ന് പുറപ്പെടും. ഘോഷയാത്രയായാണ് സ്വർണ്ണക്കപ്പ് കൊല്ലത്തേക്ക് എത്തിക്കുന്നത്. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അനീഷ്, കഴിഞ്ഞ വർഷം നമുക്കറിയാം കോഴിക്കോടിനായിരുന്നു ആ സ്വർണ്ണക്കപ്പ് ലഭിച്ചത്. ഇത്തവണ എന്തായാലും കൊല്ലത്ത് നമ്മളൊക്കെ കാത്തിരിക്കുന്ന സ്കൂൾ സംസ്ഥാന കലോത്സവത്തിനുള്ള തുടക്കം ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടേക്ക് കപ്പ് എത്തിക്കുന്നുള്ള ഘോഷയാത്ര അല്പസമയത്തിനകം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തി? എന്താണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ തവണ കലോത്സവം നടന്ന കോഴിക്കോടിൻ്റെ മണ്ണിൽ നിന്നും സ്വർണ്ണക്കപ്പെടുത്ത കോഴിക്കോട് ടീം അവരുടെ ജൈത്രയാത്ര കൊല്ലത്തേക്ക് തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു ആഘോഷമാണ്. സാധാരണഗതിയിൽ ഈ കപ്പ് നേടുമ്പോഴൊക്കെയാണ് ഇത്ര ആവേശത്തോടുകൂടിയുള്ള പരിപാടികളെങ്കിൽ ഇന്ന് കപ്പുമായി അവർ കൊല്ലത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഈ കപ്പുമായി തിരിച്ചു വരണം എന്ന ഒരു ആഗ്രഹത്തോടുകൂടി തന്നെ അതിനായുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു മാസങ്ങളായി ഈ ടീമുള്ളത്. എന്തായാലും സ്വർണ്ണക്കപ്പ് വേദിയിൽ നിർത്തിയിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ഈ കപ്പ് വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുട്ടികളൊക്കെ മറുവശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇവർ ഒരു ഘോഷയാത്രയായി പോലീസ് അകമ്പടിയോടുകൂടിയാണ് ഇവിടുന്ന് യാത്ര പോകുന്നത്. ഇന്ന് തൊടുപുഴയിലെത്തും. നാളെ വീണ്ടും പ്രയാണം തുടർന്ന് ഈ കൊല്ലത്തെത്തും. അതിനുശേഷമാണ് മത്സരങ്ങളിലേക്കൊക്കെ കടക്കുക. എന്തായാലും തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് കോഴിക്കോടുള്ളത്. കഴിഞ്ഞ തവണത്തെ ആധിപത്യം ഇത്തവണയും നിലനിർത്താൻ കഴിയുമെന്ന്, അതായത് കൊണ്ടുപോകുന്ന അതേ വേഗതയിൽ തന്നെ തിരിച്ചാ കപ്പ് തിരിച്ചെത്തിക്കും അല്ലേ? കൊണ്ടുവന്നത് നമുക്കറിയാം. നമ്മളെ മലയാളിയുടെ, കേരളത്തിലെ അല്ലെങ്കിൽ മലയാളിയുടെ ഒരു സാംസ്കാരിക ഔന്നത്യത്തിൻ്റെ പ്രതീകമാണ് ശരിക്കും ഈ 117 പവൻ സ്വർണ്ണക്കപ്പ്. നമ്മളുടെ എല്ലാ കലാമൂല്യങ്ങളുടെയും എല്ലാ കലാപരിപാടികളുടെയും ഒരു സംഗമ സ്ഥാനമാണ് ശരിക്കും കലോത്സവങ്ങൾ. കുട്ടികൾ അത് പഠിക്കുകയാണ്. മൺമറഞ്ഞു നശിച്ചു പോകാനിടയുള്ളതും അങ്ങനെയുള്ള എല്ലാ കലാപരിപാടികളും കുട്ടികൾ മത്സരത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. അതിനുള്ള ഒരു പ്രതീകമാണ് ശരിക്കും ഈ സ്വർണ്ണക്കപ്പ്. അതിൽ ഏറ്റവും വലിയ മധുരം എന്ന് പറയുന്നത് നമ്മുടെ സാഹിത്യ നഗരിയിൽ നിന്നാണ് ഇത് കൊല്ലത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരു പ്രതീകാത്മകമാണ്. വളരെ കുട്ടികൾ ആവേശം തന്നെ നിങ്ങൾക്ക് കാണാം. ആ കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് രാവിലെ 7 മണിക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വിവിധ ജില്ലകളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. നമ്മൾ രാമനാട്ട് വരെ മാത്രമേ പോകുന്നുള്ളൂ. കോഴിക്കോട് DDയെ പ്രതികരിച്ച് 2 സൂപ്രണ്ടുമാർ കൊല്ലം വരെ പോകുന്നുണ്ട്. ഏതായാലും ഞങ്ങൾക്ക് തന്നെ ഈ ട്രോഫി തിരിച്ചു കിട്ടണം എന്നുള്ള ഒരാഗ്രഹവും കൂടി കുട്ടികളുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ട്. അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. ഇതേ വേഗത്തിൽ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. കുട്ടികളതിൽ റെഡിയാണ്. എന്തായാലും കോഴിക്കോട് ടീം റെഡിയാണ്. കാരണം സാഹിത്യ നഗരമായി മാറിയ ശേഷമുള്ള ആദ്യ കലോത്സവമാണ്. അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറല്ല. ജില്ലാതല മത്സരങ്ങളിലും മറ്റുമൊക്കെ വീറും വാശിയുമുള്ള പോരാട്ടങ്ങൾ കണ്ടു. ദിവസങ്ങളോളം നീണ്ട പരിശീലനം പൂർത്തിയാക്കിയാണ് ഈ സംഘം യാത്രയാവാൻ പോകുന്നത്. നമുക്കറിയാം, രാവിലെ തന്നെ ഇത്രയധികം കുട്ടികൾ ഇവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ് ഈ ചടങ്ങിൽ. ഈ ട്രോഫി ആഘോഷത്തോടു കൂടി ഇവിടെ നിന്നും കൊടുത്തയക്കാൻ, അതിനുശേഷം അതേ വേഗതയിൽ, നേരത്തെ പറഞ്ഞതുപോലെ അതേ വേഗതയിൽ തിരിച്ചെത്തിക്കണം എന്നൊരു പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. വലിയ തയ്യാറെടുപ്പുകളുണ്ട്. എന്തായാലും കൊല്ലത്ത് ആവേശം, കോഴിക്കോട് കൊണ്ട അതേ ആവേശം കൊല്ലത്തും പ്രകടമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിനുള്ള ചടങ്ങുകൾ തുടങ്ങാൻ പോവുകയാണ്. അതിനുശേഷം 8 മണിക്ക് ശേഷം ഈ കപ്പിൻ്റെ പ്രയാണം കൊല്ലത്തേക്ക് ആരംഭിക്കും. എന്തായാലും കുട്ടികളൊക്കെ വലിയ ആവേശത്തിലാണെന്ന് മനസ്സിലായി. അത് കപ്പ് കൊണ്ടുപോകാൻ മാത്രമല്ല തിരിച്ച് കൊണ്ടുപോരാനും ആയിരിക്കും. എന്തായാലും കോഴിക്കോട് വലിയ എല്ലാ വർഷത്തിലും വലിയ പ്രകടനം, ഇന്നും പ്രകടനം കാഴ്ചവെക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. ഇത്തവണയും അത് ഉണ്ടാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം കുട്ടികളുടെയൊക്കെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം എപ്പോൾ പുറപ്പെടും യാത്ര? യാത്ര അല്പസമയത്തിനകം പുറപ്പെടും. നമുക്കറിയാം, അതിൻ്റെ പ്രതീകാത്മകമായ ഒരു പതിപ്പ് വാഹനത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയും. ഇത് മറ്റെല്ലാ ഇടങ്ങളിലും, ഈ സ്കൂളുകളിലും മറ്റുമൊക്കെ പോകുമ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ കാണുന്നതിനും സ്വീകരണം നൽകേണ്ടവർക്ക് അതിനുമുള്ള ഒരു അവസരമുണ്ട്. എന്തായാലും ഈ കലോത്സവത്തിൻ്റെ ഒരു ആവേശം എല്ലാ ഇടങ്ങളിലേക്കും എത്തിക്കുക എന്നത് തന്നെയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വിടുന്നത്. കുട്ടികളൊക്കെ ഈ സ്റ്റുഡൻറ് കേഡറ്റ്സിൻ്റെയും NCCയുടെയും റെഡ് ക്രോസിൻ്റെയും ഒക്കെ വിദ്യാർത്ഥികൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാം. ഈ ചടങ്ങിന് വേണ്ടിയുള്ള കലോത്സവം തുടങ്ങാം. നിങ്ങളൊക്കെ പങ്കെടുക്കുന്നു, അതോ ഇവരെ യാത്രയാക്കാൻ എങ്ങനെ ഇങ്ങോട്ട് എങ്ങനെയാ പറയാ, സന്തോഷമുണ്ട്. നല്ല യാത്രയൊക്കെ കാണാൻ പറ്റിയതിനൊക്കെ സന്തോഷം. ഇവരെല്ലാം പോയി കപ്പടി ഇത് തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ വേണമല്ലോ. കൊടുത്തു വിടുകയല്ലേ ചെയ്യുന്നത്? തിരിച്ചിങ്ങോട്ട് എടുക്കും.
എങ്ങനെയാ തിരിച്ച് കോഴിക്കോട് തന്നെ കൊടുത്താലും നമ്മൾ തിരിച്ചെടുക്കും. കപ്പ് കൊടുത്താലും നമ്മൾ തിരിച്ചെടുക്കും. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ മത്സരത്തിൽ പങ്കെടുത്തത്? ഓ ഉണ്ട്. ഞങ്ങളെ നല്ല തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. ഒരു ഭയങ്കര പ്രാക്ടീസ് ആയിരുന്നു. ഞങ്ങളെ ക്ലാസ്സിൽ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഭയങ്കര ഫൈറ്റുള്ള മത്സരമാണ്. പക്ഷെ ഞങ്ങൾ അടിക്കും. എടുക്കും. കുട്ടികളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ട് കപ്പ് നിങ്ങൾ തിരിച്ച് കൊണ്ടുവരുന്നത് തന്നെയാണോ പ്രതീക്ഷ? നമ്മൾ തന്നെ കൊണ്ടുവരും കപ്പ്. ഡാൻസ് എന്തായാലും കൊണ്ടുപോകുന്ന അതേ വേഗതയിൽ കപ്പ് ഞങ്ങൾ തിരിച്ചിങ്ങ് കോഴിക്കോടിന്റെ മണ്ണിലേക്ക് തന്നെ കൊണ്ടുവരുമെന്നാണ് നമ്മുടെ കുട്ടികൾ, കോഴിക്കോടിലെ കുട്ടികൾ പറയുന്നത്. എന്തായാലും കലോത്സവം വെള്ളിയാഴ്ച കൊല്ലത്ത് തുടങ്ങുകയാണ്. അതിനുള്ള ഒരു ആവേശം, ആഗ്രഹത്തിലൊക്കെ കാണാനുള്ള ആഗ്രഹത്തിലൊക്കെയാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വിജയിച്ച് കയറട്ടെ, കലയുടെ കിരീടം ഏത് ജില്ല കൊണ്ടുപോയാലും നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ വിജയിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്തായാലും എം എസ് അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.